കിഴക്കൻ ജെറുസലേമിലെ അൽ-അക്സ പള്ളി വളപ്പിൽ ജൂത സിനഗോഗ് പണിയുമെന്ന് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദത്തിൽ കലാശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിനെതിരെ അറബ് ലോകം ഒന്നടങ്കമാണ് പ്രതിഷേധിച്ചത്. ഇതുവരെ അത്തരമൊരു ഐക്യത്തോടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ജൂത ദേവാലയം പണിയാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ള വിവാദ പ്രസ്താവന ഇതൊരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യമായി ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻ-ഗ്വിർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടത്തിയതോടുകൂടിയാണ് അറബ് ലോകം ഒന്നടങ്കം ഇളകി മറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, വലിയ മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് അവർ നൽകുകയും ചെയ്തിരിക്കുന്നു. അറബ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിനിധി തന്നെ കൃത്യമായ രീതിയിൽ ഈ വിവരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത് ഗവൺമെന്റിന്റെ നിലപാടാണോ അതല്ലെങ്കിൽ ഇറ്റാമിർ ബെൻ-ഗ്വിറിന്റെ മാത്രം സ്വന്തമായിരിക്കുന്ന നിലപാടാണോ എന്നുള്ളത് പ്രസ്താവിക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടർന്നു പോരുന്ന ഒരു രീതിയാണ് ഈ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട മസ്ജിദുൽ അക്സയുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിങ്ങൾക്കുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അതിന്റെ വളപ്പിൽ ഒരു ജൂത സിനഗോഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തെറ്റായിരിക്കുന്ന പ്രവർത്തനമാണ്. ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ജൂത വിശ്വാസികൾക്ക് ഒരു പങ്കാളിത്തം ഇല്ലാതിരിക്കെ മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് അത്തരമൊരു ദേവാലയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണികൾ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ സുരക്ഷാ മന്ത്രി പറഞ്ഞത് വലിയ രീതിയിലുള്ള തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ സർക്കാരിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു, അത് വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം ആണ് എന്നല്ലാതെ ഗവൺമെന്റ് തലത്തിൽ അതിന് ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി അയാളെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറെക്കുറെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ആ ഒഴിഞ്ഞു മാറൽ രീതി ഒന്നും യഥാർത്ഥത്തിൽ മറ്റുള്ള അറബ് ലോകവും അത് അംഗീകരിച്ചിട്ടില്ല. സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ആദ്യം തന്നെ ഇതിനെതിരെ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നു. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാതൊന്നും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ തയ്യാറാവാറില്ല. പ്രത്യേകിച്ച് അറബ് ലീഗ് സംയുക്തമായ രീതിയിൽ അഭിപ്രായം പറയാറില്ല. ഈ ഒരു വിഷയം വന്ന സമയത്ത് അതിന്റെ അതിരുകളൊക്കെ പൊളിഞ്ഞു വീണിരിക്കുന്നു. അവർ ഓരോരുത്തരും അവരുടേതായിരിക്കും നിലപാട് പറയുന്നു. ഇത് വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത്തരമൊരു പ്രവർത്തനം ഒരിക്കലും ഈ പറയപ്പെട്ട മസ്ജിദുൽ അക്സയുടെ കോമ്പൗണ്ടിൽ വെച്ച് നടത്താൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവാദ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ ഇറാനോടൊപ്പം സഹകരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിസമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായ രീതിയിലും രഹസ്യമായ രീതിയിലും വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയ ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അത്ര ധൈര്യമൊന്നും ഇതുവരെ ഒരു മുസ്ലിം രാജ്യവും കാണിച്ചിട്ടില്ല. ഇതോടനുബന്ധിച്ച് തന്നെ സൗദി അറേബ്യയുമായിട്ടും മറ്റ് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് രഹസ്യമായിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറാൻ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നു, നിങ്ങൾ സഹകരിച്ച് നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യണം. ഇസ്രായേൽ എന്ന് പറയുന്ന മുഖ്യ ശത്രു ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്നുള്ളത് മുൻപ് ഇറാൻ പറഞ്ഞതിന്റെ ആവർത്തനം ഇപ്പോൾ വീണ്ടും ഈ ഇറാന്റെ പ്രസിഡന്റ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇബ്രാഹിം റൈസിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ കൂടിയിരിക്കുന്ന അറബ് മീറ്റിംഗിൽ കൃത്യവും വ്യക്തമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലപാട് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ സംഘശക്തിയായിരിക്കുന്ന വിഭാഗങ്ങൾ അവരെ എതിർത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹമാസ് ആണെങ്കിലും അത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഊത്തികളാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും അവർ പ്രതിരോധിക്കുന്നു. അതിനാൽ അറബ് ലോകം ചെയ്യേണ്ട കാര്യം, നമ്മൾ എല്ലാ പ്രാവശ്യവും വന്ന് മീറ്റിംഗ് നടത്തി കാവി കുടിച്ച് പിരിയുന്ന പോലെയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ആരാണോ ഇസ്രായേലിന്റെ ശത്രുക്കൾ അവർക്ക് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കണം. സൈനികപരമായും സാമ്പത്തികപരമായും അവ സഹായിക്കാൻ വേണ്ടി അറബ് ലോകം മുന്നോട്ട് വരണം. മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനോടും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമേരിക്കയും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. ഇങ്ങനെ പോകുന്നു. മാത്രമല്ല, ഇസ്രായേലുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അവസാനിപ്പിക്കണം. വിദേശ ബന്ധങ്ങൾ ഇല്ലാതാക്കണം. ആ രാജ്യത്തെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സഹായം നൽകുന്നെങ്കിൽ, സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യധാന്യമായിട്ടോ വസ്ത്രമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ഉള്ള ബന്ധം ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കും. ഇങ്ങനെ പോകുന്ന ഏകദേശം 10ഓളം നിർദ്ദേശങ്ങളാണ് ഇറാന്റെ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് അറബ് മീറ്റിംഗിൽ ഔദ്യോഗികപരമായിരിക്കുന്ന ഇറാന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്.
എല്ലാ കാര്യവും വളരെ കൃത്യമായ രീതിയിൽ അറബ് മേഖലയിൽപ്പെട്ട പങ്കെടുത്ത 56ഓളം രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും രാജ്യങ്ങൾ കേട്ടു എന്നല്ലാതെ ഈ ഇറാൻ പറയപ്പെട്ട നിലപാടിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വലിയ പരാജയമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. പിന്നീട് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട കാര്യം നമുക്കറിയാം. അതിൽ ഇസ്രായേലിനോ അമേരിക്കക്കോ പങ്കുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നു. അന്വേഷണത്തിലൊന്നും എവിടെയൊന്നും തെളിവുള്ള രീതിയിൽ ഒരു സംഭവം നടന്നതായിട്ട് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ തുർക്കി അന്വേഷിച്ചു, പിന്നെ റഷ്യ അന്വേഷിച്ചു, പിന്നീട് ഏറ്റവും അവസാനമായ രീതിയിൽ ഇറാന്റെ സ്വകാര്യ ട്രൂപ്പ് അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു അപകട മരണമായിട്ട് ഇത് അവസാനിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ മാറി മറിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളിൽ മുഴുവനും പല ഘട്ടങ്ങളിലും പാലസ്തീന്റെ വിഷയത്തിൽ ഇസ്രായേൽ ഇടപെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രവിശ്യയെ പോലെയാണ് ഗസയെയും വെസ്റ്റ് ബാങ്കിനെ അവർ കൊണ്ടു നടക്കുന്നത്. അവിടെ സൈനികപരമായിരിക്കുന്ന ട്രൂപ്പോ സംവിധാന കാര്യങ്ങളൊന്നുമില്ല. ഗസയുടെ അകത്ത് ആയുധപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ രഹസ്യമായ രീതിയിലാണ് അവർ സംഘടിപ്പിക്കുകയും ചെയ്തത്. വെസ്റ്റ് ബാങ്കിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയാണ് പാലസ്തീന്റെ അതോറിറ്റി ആയിരിക്കുന്ന ഗവൺമെന്റ് സംവിധാനം മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ളത്. അവിടെ ഒരു സൈനിക ട്രൂപ്പില്ല, ഉള്ള ട്രൂപ്പിന്റെ കയ്യിൽ ആയുധങ്ങളില്ല. ആയുധങ്ങളോ ടാങ്കറുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കിട്ടണമെങ്കിൽ അത് ഇസ്രായേൽ നൽകണം. അങ്ങനെ ഒരു പ്രവിശ്യ ഭരണ സംവിധാനം പോലെയാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കും ഗസയും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു പ്രതിരോധവും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഇടിച്ചു കയറാനും അവിടെ ബോംബിടാനും അവിടെ ആളുകളെ കൊല്ലാനും വേണ്ടി എളുപ്പത്തിൽ ഇസ്രായേലിന് സാധിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങിക്കൊണ്ട് ഇപ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്ന വിവരങ്ങളും ഏറ്റുമുട്ടൽ നടക്കുന്ന വിവരങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഹമാസിന്റെ ഒരു സാന്നിധ്യവും അതിന്റെ ഒരു സ്വീകാര്യതയൊന്നും ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ ഇല്ല എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ഇടിച്ചു കയറാൻ വേണ്ടി സാധിക്കും എന്നൊരു ഗുണം യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. അതിന്റെ ഗുണം ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ജൂത കുടിയേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഈ ഭാഗത്താണ്, വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ്. ഗസയേക്കാൾ കൂടുതൽ അവിടെ ജൂത വിഭാഗത്തിന്റെ കൈവശത്തിൽ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതിനുള്ള അനുമതി പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം ഇതിനിടയിലൊക്കെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി, സാധാ പൗരന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി പോലും യഥാർത്ഥത്തിൽ ഈ പാലസ്തീനിലെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് സാധിക്കാത്ത ഒരു പ്രയാസം, ഒരു വിഷയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഔദ്യോഗികപരമായിരിക്കുന്ന അനുമതി നൽകാറുണ്ട് സാധാരണ. അത് നൽകുന്നത് കൊണ്ടാണ് തീവ്ര വർഗീയ ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകൾ വളരെ രൂക്ഷമായ രീതിയിൽ പാലസ്തീനികളെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിന്റെ വലിയ ചർച്ച നടന്നതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ഇപ്പോൾ ഇറ്റാമിൻ ബെൻഗുർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളോളം ആരാധിച്ചു വന്ന മസ്ജിദിന്റെ സമുച്ചയത്തിൽ അവിടെ ജൂതന്മാർക്ക് ദേവാലയം, സിനഗോഗ് സ്ഥാപിക്കും എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഈ തീവ്രത മുറ്റിരിക്കുന്ന ചിന്ത തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ മുമ്പ് എങ്ങനെയാണോ ഇറാൻ പറഞ്ഞു വെച്ചത്, നിങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി നിങ്ങളെ നേരെ എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പ്രതിഷേധിച്ചു തുടങ്ങണം എന്നാണ് ഇറാൻ പറഞ്ഞത്. നമ്മുടെ മുഖത്തേക്ക് എത്തുന്നതിന് മുമ്പ് പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ പ്രതിരോധിക്കാൻ എളുപ്പത്തിൽ സാധിക്കൂ. അപ്പൊ ഇറാന് നേരെ മുൻപേ ഉള്ളതാണ് ഈ വൈരാഗ്യങ്ങളും വിരോധവും എന്നതിനാൽ ഞങ്ങൾ അവരെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംഘടിത സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് പ്രശ്നമില്ല. പകരം ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ വന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഇടിച്ചു കയറാൻ വലിയ അവസരങ്ങൾ ഉണ്ടാവും. അവസരത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരുന്ന സമയത്ത് സൈനികമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അറബ് ലോകത്തിന് സാധിക്കുകയില്ല എന്നുള്ളത് ആർക്കറിയാം? ഇസ്രായേലിനറിയാം. അതുകൊണ്ട് അവർ ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ, ശക്തമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഇനി അവിടെ സൈനിക വിഭാഗത്തെ വളഞ്ഞു വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും സെനഗോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ആരംഭം കുറിക്കപ്പെട്ടാൽ അതിനെ വല്ലാതൊന്നും എതിർക്കുകയില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അറിയാവുന്നതാണ്. പക്ഷേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിഷയം ഉണ്ടായ സമയത്ത് അറബ് ലോകം ഒന്നടങ്കം, അറബ് ലീഗ് അടക്കം പ്രതിഷേധിച്ചത്. അത്തരം തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുള്ളതും തങ്ങൾ ശക്തമായ രീതിയിൽ അതിനെ പ്രതിഷേധിക്കും എന്ന്
ഇസ്രായേലി ഗവൺമെന്റിന് അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൗരവം അതികഠിനമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക ഈ കാര്യത്തിലൊക്കെ വളരെ സൈലന്റ് ആണ്. വലിയ അഭിപ്രായ കാര്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാര്യം എന്ന് പറയുന്നത് എന്തൊരു വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്കും അവർക്ക് ആയുധപരമായ, സാമ്പത്തികപരമായ, സൈനികപരമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകുന്ന അമേരിക്കയാണ് എന്നതിനാൽ ഇത്തരം വിഷയത്തിലൊക്കെ, വിശ്വാസപരമായിരിക്കുന്ന ഇത്തരം വിഷയത്തിലൊന്നും അവർ അഭിപ്രായം പറയാതെ മാറി നിന്ന് രഹസ്യമായ രീതിയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് ലീഗ് തങ്ങളുടേതായിരിക്കുന്ന നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്.